13ാമത് ആയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ നാളെ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തെ സർസംഘചാലക് അഭിസംബോധന ചെയ്യും. അദ്ദേഹത്തെ ശ്രവിക്കാൻ 1 ലക്ഷത്തിലധികം ആളുകൾ പരിഷത്തിലേക്ക് എത്തും എന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. ഒരു ലക്ഷത്തിലധികം ആളുകളെ ഉൾക്കൊള്ളുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെറുകോൽപ്പുഴയിൽ പൂർത്തിയായി. സർസംഘചാലകനെ ശ്രവിക്കാനെത്തുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള ഇരിപ്പിടങ്ങൾ സജ്ജമാണ്. ബാരിക്കേഡുകൾ തിരിച്ചാണ് ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ക്രമീകരണങ്ങൾ. സർസംഘചാലകനെ വരവേൽക്കാൻ അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ് അയിരൂർ ചെറുകോൽപ്പുഴ പമ്പാതീരം. സുരക്ഷാ ചുമതലകളുമായി ഉദ്യോഗസ്ഥർ വിവിധ ഭാഗങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങളുടെ ഏകോപന ചുമതലകളും സംഘാടകരായ ഹിന്ദുമത മഹാമണ്ഡലം പൂർത്തിയാക്കി. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ കൊച്ചിയിൽ നിന്നും റോഡ് മാർഗം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പന്തളത്തെത്തും. പന്തളത്ത് ഒരു സ്വയം സേവകന്റെ വസതിയിലാണ് അദ്ദേഹത്തിന് വിശ്രമം. 3:20 പന്തളത്ത് നിന്നും റോഡ് മാർഗം ചെറുകോൽപ്പുഴയിലെത്തും. വാദ്യമേളങ്ങളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയിൽ സർസംഘചാലകനെ വേദിയിലേക്ക് സ്വീകരിക്കും. 4 മണിക്ക് അദ്ദേഹം വേദിയിലെത്തും. 4:30 ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ ഹിന്ദു ഏകതാ സമ്മേളനത്തെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അഭിസംബോധന ചെയ്യും. 6 മണിവരെയാണ് അദ്ദേഹം പരിഷത്ത് വേദിയിലുണ്ടാകുക. കേരളത്തിലെ 158 ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളും സന്യാസി ശ്രേഷ്ഠരും ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കും. സർസംഘചാലക് പങ്കെടുക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ പരിപാടികളാണ് കഴിഞ്ഞ 1 മാസക്കാലമായി പൂർത്തിയാക്കിയത്. ഹിന്ദു നേതൃയോഗങ്ങൾ, പമ്പ ആരതി, നദീപൂജകൾ, വൃക്ഷത്തൈ വിതരണം തുടങ്ങിയ പരിപാടികൾ പൂർത്തിയാക്കി. ഇനി സർസംഘചാലകിന്റെ മഹത്തായ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടി കാതോർക്കാൻ തയ്യാറെടുക്കുകയാണ് പമ്പാതീരം. പരിഷത്ത് പുണ്യഭൂമിയിൽ നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.